ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി മുസ്കാൻ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ആദ്യം നമുക്ക് ചിത്രവർണ്ണൻ നോക്കാം. ചിത്ര में लड़का और लड़की पानी में गड़ा होकर मछलियों को पकड़ते. ചിത്രത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും വെള്ളത്തിൽ നിന്ന് മത്സ്യത്തെ പിടിക്കുന്നു. തലാബ് കെ കിനാരെ ഏക് ഘർ ഹേ. കുളത്തിൻ്റെ തീരത്ത് ഒരു വീടുണ്ട്. घर के पास एक औरत है. വീടിനടുത്ത് ഒരു സ്ത്രീയുണ്ട്. उसके हाथ में एक बर्तन है. അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. तालाब के पास एक पेड़ है. കുളത്തിനടുത്ത് ഒരു മരമുണ്ട്. पेड़ पर चिड़िया का एक घर है. മരത്തിൽ ഒരു പക്ഷിക്കൂടുണ്ട്. ഇനി ചിത്രമേ ക്യാ ക്യാ ഹേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? चित्र में तालाब, मछलियाँ, लड़का, लड़की, घर, औरत, पेड़, चिड़िया का घर आदि है. ചിത്രത്തിൽ കുളം, മീനുകൾ, ആൺകുട്ടി, പെൺകുട്ടി, വീട്, സ്ത്രീ, മരം, പക്ഷിക്കൂട് എന്നിവയുണ്ട്. ഇനി നമുക്ക് കഹാനി നോക്കാം. ബാരിഷ് കെ ബാദ്. ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് ശേഷം. കനക് ശശിയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബാരിഷ് കെ ബാദ് സബി കുച്ച് ധുല ധുല നയാ നയാ സാ ലഗ്ന ലഗാത്ത. മഴയ്ക്ക് ശേഷം എല്ലാം ഒന്ന് വൃത്തിയായതുപോലെ പുതിയതായതുപോലെ തോന്നാൻ തുടങ്ങിയിരുന്നു. ജാരെ അമൽദാസ് കെ ഫൂൽ ഗില്ലി മിട്ടി കെ കാരൺ ഓർ അധിക് പീലെ ലഗ് രഹാത്തെ. താഴെ വീണ് കിടന്ന കണിക്കൊന്ന പൂക്കൾ നനഞ്ഞ മണ്ണിലായതുകൊണ്ട് കൂടുതൽ മഞ്ഞ നിറത്തിൽ കാണപ്പെട്ടു അല്ലേ. घास की नोकों पर ठहरी पानी की बूंदें कभी भी फिसलने को थी. എന്താണ്? പുൽനാമ്പിൽ തങ്ങിക്കിടന്ന വെള്ളത്തുള്ളികൾ ചിലപ്പോഴൊക്കെ തെന്നി താഴെ വീഴുന്നുണ്ടായിരുന്നു. ബാരിഷ് കെ അഗ്ല ദോർ शुरू होने से पहले चिड़िया ने अपने ज़रूरी काम निपटाने की भागम भाग और चिल्पों मचा रही थी. മഴയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നതിന് മുമ്പായി പക്ഷി തങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള നെട്ടോട്ടത്തിലും ബഹളത്തിലൊക്കെ ആയിരുന്നു. ഹവാമേ അടുക്കി पानी की कुछ बूंदे गुंडली को चेहरे से टकरा रही थी. വായുവിൽ തങ്ങി നിന്നിരുന്ന കുറച്ച് വെള്ളത്തുള്ളികൾ ഗുണ്ടലിയുടെ മുഖത്ത് തട്ടി താഴെ വീഴുന്നുണ്ടായിരുന്നു. ഗുണ്ടലി അപ്നെ ദോസ്ത് ഗുണ്ടു കെ സാത്ത് കുച്ച് സറൂരി കാം മേ ലഗി തീ. ഗുണ്ടലി തൻ്റെ കൂട്ടുകാരൻ ഗുണ്ടുവിൻ്റെ കൂടെ ചില അത്യാവശ്യ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് യഹാം ചിടിയാങ്ക സറൂരി കാം ക്യാ ഹോക. ഇവിടെ പക്ഷികളുടെ എന്താണ് അത്യാവശ്യ ജോലി എന്തായിരുന്നു? അപ്പോൾ എന്താ പറയുക? ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? ബാരിഷ് സേ ബച്ചാക്കർ ജീനോ കെ ലിയെ ഏക് അച്ചി ചാഹ് ധൂണ്ട്ന ഓർ ഗോസ്ല ബനാന. ഓക്കെ, എന്താണ്? മഴയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനായി ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കുകയും കൂടുണ്ടാക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. വോ ദോനോ ഏക് ബർസാത്തി നാലേ മേ ഖടേ തേ. എന്താണ്? അവർ രണ്ടുപേരും മഴവെള്ളം നിറഞ്ഞ ഒരു തോട്ടിൽ നിൽക്കുകയായിരുന്നു. പാനി ഉൻകെ ഗൂണ്ട്നെ ചൂ രഹാത്ത. എന്താ? വെള്ളം അവരുടെ കാൽമുട്ടുകളെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. ധോനോ പത്തേങ്കി നാവ് തൈരാനേക്ക് കോഷിഷ് കർ രഹേ തേ. രണ്ടുപേരും ഇലകൾ കൊണ്ടുണ്ടാക്കിയ വെള്ളം ഒഴുകാനുള്ള ശ്രമത്തിലായിരുന്നു. നാവ് കുച്ച് സവാരിയോം ബി സമ്പർദസി ബൈഠായി ഗയി തി. വെള്ളത്തിൽ കുറച്ച് യാത്രക്കാരെയും വലമായി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഏക് കച്ചുവ ഏക് ചീറ്റ കോസം കെ പേട് पेड़ पर रहने वाला एक लाल काला कीड़ा और एक कछुआ 3 സവാരിയാം ബൈഠ ചുക്കി തീ. അപ്പം എന്താണ്? ഒരു ഉറുമ്പ്, കുസുമ മരത്തിൽ ജീവിക്കുന്ന ചുവപ്പും കറുപ്പും നിറമുള്ള പ്രാണിയും ഒരു മണ്ണിലയും 3 യാത്രക്കാരും ഇരുന്നു കഴിഞ്ഞിരുന്നു. തബി ഗുണ്ടു കോ ഏക് ചോട്ടാ മേഡക് ദിഖാ. അപ്പോൾ ഗുണ്ടു ഒരു ചെറിയ തവളയെ കണ്ടു. അപ്പം ഉസ്നെ തയ്യാക്കർ ലിയാക്കി ഇസേ ബി നാവ് പർ ചടാന ഹേ. ഇതിനെയും കൂടി വെള്ളത്തിൽ കയറ്റാമെന്ന് തീരുമാനിച്ചു. പർ മേഡക്കെ പകഡ്ന ആസൻ നഹി താ.
പക്ഷേ തവളയെ പിടിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഗുണ്ടു ബാർ ബാർ കോഷിഷ് കർത്ത മേഡക് ബാർ ബാർ ഉച്ചൽ ചൽത്ത. ഗുണ്ടു പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ടായിരുന്നു, തവള പല പ്രാവശ്യം ചാടുന്നും ഉണ്ടായിരുന്നു. എന്താണ് गुंडू को यूँ फुकलते देख गुंडली ഹസേ ജാരഹീത്തി. ഗുണ്ടു ഇങ്ങനെ അടുത്ത് ചാടുന്നത് കണ്ട് ഗുണ്ടലി ചിരിച്ചുകൊണ്ടേയിരുന്നു. ജൈസെ തൈസെ മേടക്ക് ഗുണ്ടു കി ഹസ്തേലിയോ മേ ജാര ഹസ്തേലിയോ ആഹി ഗയ. അപ്പം അങ്ങനെ ഇരിക്കെ എങ്ങനെയൊക്കെയോ തവള എന്താണ് ഗുണ്ടുവിൻ്റെ കൈവെള്ളയിൽ എത്തുക തന്നെ ചെയ്തു. ഓക്കെ, എത്തുക തന്നെ ചെയ്തു. जैसे तैसे मेढक गुंडू की हथेलियों में आ ही गया. गुंडू ने गुंडली से कहा, गुंडू गुंडलियोട് പറഞ്ഞു, देख मैं जैसे ही इसे नाव में रखूँ तू नाव छोड़ देना. ഞാൻ ഗുണ്ടലിയോട് എന്ത് പറഞ്ഞു, നോക്കൂ ഞാനിതിനെ വെള്ളത്തിൽ വെക്കുമ്പോൾ നീ വെള്ളം ഒഴുക്കി വിടണം. അപ്പം ഗുണ്ടലിനെ ഹസ്തേ ഹുയെ ഹമീമേ സർ ഹിലായ. അപ്പം എന്താണ് ഗുണ്ടലി എന്താണ് ചിരിച്ചുകൊണ്ട് സമ്മതഭാവത്തിൽ തലയാട്ടി. ഗുണ്ടുനെ ഗിന, ഗുണ്ടു എണ്ണി 1 2 3 1 2 3 और मेढक को नाव में बिठा दिया. എന്നിട്ട് തവള വെള്ളത്തിലേക്ക് ഇരുത്തി. ഗുണ്ടലീനെ നാവ് ചോടുതി. ഗുണ്ടലി വെള്ളം ഒഴുക്കി വിട്ടു. നാവ് പാനിക്കെ സാത്ത് തെസീസെ വഹ്റഹീതി. വെള്ളം വള്ളത്തിനൊപ്പം വേഗത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു. ഗുണ്ടു ഓർ ഗുണ്ടലി ദോനോ ബഹുത്ത് ഖുഷ് थे. ഗുണ്ടുവും ഗുണ്ടലിയും വളരെ സന്തോഷത്തിലായിരുന്നു. पर थोड़ी दूर चलते ही एक സവാറിനെ പാനിമേ ചലാഗ് ലഗ്തി. അപ്പോൾ പക്ഷേ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഒരു യാത്രക്കാരൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഉൻകി ചലാഗ് സെ നാവ് ഹിച്ച്ഗോലെ ഗാത്തെ ഗാത്തെ പലട്ട് ഗയി. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ യാത്രക്കാരൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയില്ലേ, അപ്പോൾ അതിൻ്റെ ചാട്ടം കൊണ്ട് വെള്ളം എന്താണ് കുലുങ്ങി മറഞ്ഞു. ഓക്കെ, ഇനി गुंडू और गुंडली सास तामे अपनी नाव को देख रहे थे. അപ്പോൾ എന്താണ് ഗുണ്ടുവും ഗുണ്ടലിയും ശ്വാസം അടക്കി പിടിച്ച് തങ്ങളുടെ വെള്ളത്തെ നോക്കിക്കൊണ്ടേയിരുന്നു. പതാ നഹി സവാരോ കാ ക്യാ ഹോഗ. എന്താണ് അവർക്കറിയില്ല അവർക്ക് എന്ത് പറ്റിയെന്ന്, യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. തബി ചീറ്റ പാനി മേ തൈർക്കർ ഏക് ടഹനി കി തറഫ് ജാതാ ദിഖാ. അപ്പോൾ ഉറുമ്പ് വെള്ളത്തിൽ നിന്ന് നീന്തി മരക്കൊമ്പിന് നേരെ പോകുന്നത് കണ്ടു. കച്ചുവ പാനിക്ക് അന്തർ കഹി ചൽ ഗയ. മണ്ണിര വെള്ളത്തിന് അടിയിലേക്ക് എവിടേക്കോ പോയില്ലേ. പിന്നെ ബസ് കോസം കെ പേട് കോ ലാൽ കാല കീട കാ കൈ പതാ നഹി. കുസുമ മരത്തിലെ ചുവപ്പും കറുപ്പ് നിറമുള്ള പ്രാണിയെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു. ഗുണ്ടു ഓർ ഗുണ്ടലി ഉൽക്കി ബഹ്തി നാവ് കെ പീച്ചെ ഭാഗെ. അപ്പോൾ ഗുണ്ടും ഗുണ്ടലിയും എന്താണ് മറിഞ്ഞു വീണ് ഒഴുകുന്ന വെള്ളത്തിന് പിറകെ ഓടി. ഓർ തബി നാവ് കെ नीचे से कीड़े का काला मूग दिखाई दिया. അപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നൊരു പ്രാണിയുടെ കറുത്ത മുഖം കാണാമായിരുന്നു. ഗുണ്ടലിനെ आहिस्ते से उसे उड़ाया और कोसम के पेड़ की पत्तियों पर छोड़ दिया. അപ്പം എന്താണ് അപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് പ്രാണിയുടെ കറുത്ത മുഖം കാണാമായിരുന്നു. ഗുണ്ടലി പതിയെ അതിനെടുത്ത് കുസുമ മരത്തിൻ്റെ ഇലകളിൽ വിട്ടു. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ഉൾട്ടി ബഹുതി നാവിക്കെ പീച്ചെ ഭാഗത്തെ ബച്ചക്കോ മനോഭാവ് ക്യാ ഹോഗ. എന്താണ് മറഞ്ഞു വീണ വെള്ളത്തിൻ്റെ പിറകെ ഓടിയ കുട്ടികളുടെ മനോഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉൻകെ മൻമേ, അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് ഉൻകെ മൻമേ പരേശാനി ഹോഗി കി നാവ് और സവാരിയോं को क्या हुआ.
എന്താണ് വെള്ളത്തിന് യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചിരിക്കുമെന്നുള്ള പരിഭ്രമമാകും അവരുടെ മനസ്സിൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. गुंडली अभी कीड़े को जाते हुए देख ही रही थी कि गुंडू ने आवाज़ दी, देख गुंडली गोकुल गया. അതെന്താണ്, ഗുണ്ടലി ആ പ്രാണി പോകുന്നത് എന്താണ് നോക്കിക്കൊണ്ടേ ഇരുന്നു അല്ലേ. അപ്പോൾ ഗുണ്ടു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗുണ്ടലി നോക്കൂ, കിത്തിനി സുന്ദർ മഗ്മല്ലി ലാൽ രംഗ് കി കിടി ഹോത്തി ഹേ. എന്താണ്, എത്ര ചുവന്ന പ്രാണി, എത്ര ഭംഗിയുള്ള മിനുസമുള്ള ചുവപ്പ് നിറമുള്ള പ്രാണിയാണിത് എന്ന്. എന്താണ്, ബാരിഷ്ക്ക് ओके पढ़ना अपना गोकुल गई बारिश के अलावा और किसी मौसम के दिगक्ति ही नहीं थी. അപ്പോൾ മഴക്കാലത്തില്ല ഒരു കാലത്തും ഇതിനെ കാണാൻ കഴിയില്ല. गुंडली और गुंडू गोकुल गयों को एक मैचेस की टिप्पी में इकट्ठा करके स्कूल में दोस्तों में दिखाते थे. എന്താണ്, ഗുണ്ടും ഗുണ്ടലിയും ഈ പ്രാണികളെ തീപ്പെട്ടിപ്പെട്ടിയിൽ ശേഖരിച്ചിട്ട് എന്താണ് സ്കൂളിലെ കൂട്ടുകാരെ കാണിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. ये सब सोचते हुए गुंडली छड़ से भागी. गुंडू चांदनी तले घड़ा था. ഇതെല്ലാം ആലോചിച്ച് ഗുണ്ടലി പെട്ടെന്ന് ഓടി. ഗുണ്ടലി ചാന്ദിനിക്ക് തലേ ചഹരെ ഗോകുൽ ഗയയ്ക്ക് ധൂണ്ട്നെ ലഗി. ഗുണ്ടു നമ്പ്യാർവട്ടത്തിന് ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. തബി ഗുണ്ടുവിനെ ചാന്ദിനിക്ക് പേടിക്ക് ജോർ സെ ഹിലാ ദിയ. ഗുണ്ടലി നമ്പ്യാർവട്ടത്തിന് ചുവട്ടിൽ നിന്ന് പ്രാണികളെ തിരയാൻ തുടങ്ങി. പേടിക്ക് പങ്ക്തിയോം ഓർ ഫൂലോം പർ ടഹരാ ഹുവാ സാരാ പാനി ഗുണ്ടലിക്ക് ഊപ്പർ ഗിർ ഗയ. എന്താണ്, ഗുണ്ടു അപ്പോൾ നമ്പ്യാർവട്ടം മരം ശക്തിയായി കുലുക്കി. അപ്പോൾ മരത്തിലെ ഇലകളിലും പൂക്കളിലൊക്കെ തങ്ങി നിൽക്കുന്ന വെള്ളം മുഴുവൻ ഗുണ്ടലിയുടെ ദേഹത്തേക്ക് ഗുണ്ടലിക്ക് ഊപ്പർ മേ ഗിർ ഗയ. അവളുടെ ദേഹത്തേക്ക് വീണു. അത് തർബന്ദർ ഹോ ഗയി. ഗുണ്ടു ഭാഗത്തെ ജാ രഹാ താ ഓർ ഹാസ്ന ജാ രഹാ താ. അപ്പോൾ അവൾ നനഞ്ഞു കുതിർന്നു അല്ലേ. അപ്പോൾ ഗുണ്ടലി जोर से चिल्लाकर उसका पीछा कर रही थी. इसी भागम दौड़ में गुंडू फिसला और जाकर कीचड़ में धम से गिर गया. तब कीचड़ में सारा बोर गुंडू भी हंस रहा था और गुंडली भी. അപ്പോൾ എന്ത് ചെയ്തു, അവൾ നനഞ്ഞു കുതിർന്നില്ലേ. അപ്പോൾ ഗുണ്ടു ചിരിച്ചുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗുണ്ടലി അവനെ ഉറക്കെ വിളിച്ചുകൊണ്ട് പിറകെ ഓടുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഓടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ഗുണ്ടു ചളിയിൽ തന്നെ വീട്ടപ്പോ എന്ന് വീണു. ഇപ്പോൾ ചളിയിൽ നനഞ്ഞു കുതിർന്ന ഗുണ്ടുവും ചിരിക്കുന്നുണ്ടായിരുന്നു, ഗുണ്ടലിയും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്, कीचड़ में सारा बोर गुंडू भी हास रहा था और गुंडली भी. क्या ऐसा कोई मज़ेदार अनुभव आपके जीवन में हुआ हो बताइए. അപ്പം നമ്മുടെ എന്താണ് ചളിയിൽ നനഞ്ഞു കുതിർന്ന ഗുണ്ടു ചിരിച്ചുകൊണ്ട് ഗുണ്ടലിയും നിന്നു അല്ലേ. ഇത്ര രസകരമായ ഏതെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ എഴുതുക? एक बार मैं अपने मित्र के साथ
मित्र के साथ साथ आग मिझाने गेलते मेरा मित्र दीपू पेड़ पर चढ़कर मेरी नसर से बचाकर गड़ा था പിന്നെ अचानक टहनी तोड़कर वह नीचे गिरा यह देखकर ഹസ് രഹ വഹ്ബി അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. ഒരിക്കൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഒളിച്ച് കളിക്കുകയായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ദീപു മരത്തിൽ കയറിയിട്ട് എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കാണാതെ ഒളിഞ്ഞു നിന്നു. എന്നിട്ട് പെട്ടെന്ന് ചില്ല ഒടിഞ്ഞ് അവൻ താഴേക്ക് വീണു. ഓക്കെ. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പം അങ്ങനെ പറയാം. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. ഇനി കഹാനിക്ക് ആധാർ പർ സഹി എന്താണ് ഗലത്ത് ഏതാണ് സഹി ഏതാണെന്ന് നോക്കാം. എന്താണ് കഥയുടെ അടിസ്ഥാനത്തിൽ ശരി തെറ്റ് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. നോട്ട് ചെയ്യാം. ഇനി പത്തേക്ക് നാവ് പലട്നെ പർ ക്യാ ഹുവ എന്താണ് ഇല കൊണ്ടുണ്ടാക്കിയ വെള്ളം മറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു. അപ്പം അതവിടെ എന്താണ് യോജിപ്പിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അത് യോജിപ്പിച്ച് എഴുതുക. പിന്നെ बारिश के मौसम के गुंडू और गुंडली क्या क्या किया കഹാനി സെ ചുനാക്കർ ലിഖോ എന്താണ് മഴക്കാലത്ത് ഗുണ്ടും ഗുണ്ടലിയും എന്താണ് ചെയ്തിരുന്നത് കഥയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഓരോന്നെടുത്ത് എഴുതാം. ഓക്കെ. അതവിടെ തന്നിട്ടുണ്ട്. ഇനി മെട്ടി കുറച്ച് വാക്കുകൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. മിട്ടി. അപ്പോൾ എന്താണ് മിട്ടീൻ്റെ കൂടെ നമ്മൾ ചേർക്കാവുന്ന വാക്ക് വിശേഷണം എന്താണ് ഗില്ലി മിട്ടി. ഓക്കെ. അങ്ങനെ ഓരോന്ന് എഴുതാം. ഓക്കെ. കീട ലാല കീട അങ്ങനെ എഴുതാം. ഓക്കെ. വിശേഷത പറയാവുന്ന വാക്ക് തിരഞ്ഞെടുത്ത് എഴുതാമെന്നാണ് പറഞ്ഞത്. ഓക്കെ. അങ്ങനെ എഴുതാം. ഇനി ഡയറിയിലേക്കോ ഡയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ നടന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാം. ആദ്യം എഴുതാം. എന്താ വെച്ചാൽ വെപ്രാളപ്പെട്ടുള്ള ഓട്ടത്തിനിടയിൽ ഗുണ്ടു ചളിയിൽ തെന്നി വീണു അല്ലേ. വീട്ടിലെത്തിയിട്ടും ഗുണ്ടു ചിരിക്കുകയായിരുന്നു. അവൻ ഓർമ്മകളിൽ മുഴുകി അവൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെ എഴുതാം. ആദ്യം തീയതി എഴുതാം. എന്നിട്ട് പറയുന്നത് നല്ലൊരു ദിവസമായിരുന്നു. ആജ് ഏക്ക് അച്ഛാ ദിൻ ഹേ ദിൻ താ बारिश के बाद हमने पतंग की नाव നാലേ മേ ബഹ ദിയ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഓക്കെ. മഴയ്ക്ക് ശേഷം ഞങ്ങൾ ഇലകൾ ഉണ്ടാക്കിയ വെള്ളം തോട്ടിൽ ഒഴുക്കി വിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി എഴുതാം. ഓക്കെ. തീയതി എഴുതാൻ മറക്കരുത്. അപ്പം ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ്. എല്ലാം ഇതിലുണ്ട്. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.